വാഗ്ദാനപ്പെടുകവേ ജയേശ്വരൻ്റെ പാട്ടാണിത്. ജയേശ്വരനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞ് നമ്മുടെ മാതാവിനെ കുറിച്ച് പാട്ട് പാടാമെന്ന് പറഞ്ഞു. ഇപ്പം ജയേശ്വരൻ എഴുതിക്കൊണ്ട് വന്ന പാട്ടാണിത്. വാഗ്ദാന പേടകമേ, എന്താ ജയേശ്വര? വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരെ, സ്വർഗീയ പൊന്മലരെ, പൊന്മലരെ, കൃപാസനത്തിൻ്റെ അമ്മേ. കൃപാസനത്തിൻ്റെ അമ്മ എന്ന് കേട്ടപ്പോൾ എൻ്റെ നെറ്റി ചുളിഞ്ഞായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പം നിങ്ങളിങ്ങനെ ഓരോ ധ്യാനഗ്രന്ഥക്കാരും ഓരോ അമ്മയും കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കണം എൻ്റെ ഉദ്ദേശം. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഒരു യുക്തിവാദി ജീവിച്ചിരിപ്പുണ്ട്. അത് കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. കാര്യം അങ്ങനെ നമ്മളെ കൃപാസനത്തിൻ്റെ അമ്മ, സഭയുടെ മാതാവ് എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ആ പാട്ട് ക്ലിക്കായി, അഭിഷേകമായി. എന്താ കൃപാസനത്തിൻ്റെ അമ്മയെന്ന് ഇപ്പം എനിക്ക് കുറച്ച് അന്നെനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ അമ്മയെന്ന് പറയുന്നത് ശ്രീജയുടെ ചിട്ടിയൊക്കെ എടുക്കും. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. കൃപാസനത്തിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ശ്രീജയുടെ ചിട്ടി പ്രശ്നം, ചിട്ടി പ്രശ്നം, അവള് രക്ഷപ്പെടാൻ എന്താ മാർഗം അത് എടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടെ നിൽക്കുന്ന കൃപാസന അമ്മയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ആ ചിട്ടിക്കാരൻ വിളിച്ച് പറഞ്ഞ ശരി, 2 ചിട്ടി തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്, നീ വേണ ഒരു ചിട്ടി കൂടി എടുക്കാൻ പറഞ്ഞു. അപ്പം അതിനും കൂടി 5000 രൂപയാണ് എൻ്റെ ഗഡുക്കൾ വരുന്നത്. ഇവൾ 5000 അടച്ചു. ഇപ്പോൾ ഒരു ദിവസം ഒരു മാസം 10000 രൂപ 2 ചിട്ടിക്ക് അടക്കണം. വേറെ കടങ്ങളൊക്കെ ഉണ്ട്. ഇതിനോട് ചിട്ടിയും കൂടി ചെയ്താൽ പിന്നെ അറ്റപ്പറ്റ നിൽക്കുകയുള്ളു. അപ്പം അങ്ങനെ ഒരു ബാലൻസിലാണ് പോണത്. നൂലുമേലുള്ള നൂലുമേക്കൂടിയുള്ള നൂൽപ്പാലത്തിൽ കൂടിയുള്ള ജീവിതമാണ് ഇങ്ങനെ പോണത്. അപ്പോൾ അമ്മയോട് അവൾ പറയും, എൻ്റെ ജപ്തിയാണ് പറമ്പിന്, അതിൻ്റെ സമയം കഴിയാൻ പോകുന്നു, ചിട്ടിയുടെ ദിവസമായി വരുന്നു. അമ്മ ഈ ചിട്ടിക്ക് എന്നെ സഹായിച്ചാൽ മാത്രമേ ഈ ജപ്തിയിൽ നിൻ്റെ പ്രമാണം രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതാണ് മനസ്സിലായത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ പറയുമോ ഇങ്ങനെയൊക്കെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ശ്രീജ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കാര്യം അവളുടെ പ്രശ്നം അതാ. അവളെന്താ പറയണത്? അവളുടെ ബാങ്കിൽ അവളുടെ പ്രമാണം ജപ്തിയിലാണ്. അതിനൊരു ഡേറ്റ് ഉണ്ട് ജപ്തിക്ക്. ആ ഡേറ്റിന് മുമ്പ് ചിട്ടി വീഴണം. ചിട്ടി ഒന്നേ ഇറക്കിയിട്ടുള്ളൂ. ആ ചിട്ടി വീഴാൻ വേണ്ടിയാണ് ഇവൾ പറയണത്. ആ ചിട്ടിയിൽ 60 പേരുണ്ട്, കുറിയിടുകയാണ്. ആ ചിട്ടിക്ക് 60 ആൾക്കാർ ചേർന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ രാത്രി ഇരുന്ന് അമ്മയോട് പറയും, അമ്മേ 60 പേരുണ്ട്, ചോദിക്കണമെന്നും പറയണ്ട, വേറെ മാർഗ്ഗമില്ലല്ലോ. അമ്മ ഇവിടുന്ന് അവൾ പറയുന്നുണ്ട്, ചില്ലും പൊട്ടിച്ച് അമ്മ പോകണം. ആ പ്രാർത്ഥന അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ആ പ്രാർത്ഥന. നമുക്കത് പറയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അവളുടെ അവസ്ഥയാണ്, അമ്മ ചില്ലും പൊട്ടിച്ച് അമ്മ പോകണം. അമ്മ ചെന്നിട്ട് എൻ്റെ പേര് തന്നെ എടുത്തെനിക്ക് തന്നെ, എന്നാലും നിക്കക്കള്ളിയുള്ളെന്ന് പറയും. പിറ്റേ ദിവസം ചിട്ടി എടുക്കുമ്പോൾ ഒന്നാമത്തെ ചിട്ടി കുറി വീണ ശ്രീജയുടെ പേരാ. അപ്പം അതാണ് എന്നുവെച്ചാൽ അവളുടെ കണ്ണുനീര് ഒപ്പണമെങ്കിൽ അതേ മാത്രമേ നടപടിക്രമമുള്ളൂ. വേറെ താത്വിക പ്രബോധനം നടത്തിയിട്ട് കാര്യമില്ല. താത്വിക പ്രബോധനം അല്ല നടത്തേണ്ടത്. അവിടെ വിഷയം വിശക്കുന്നവന് അവിടെ വേറെ ചോറിനെക്കുറിച്ച് നമ്മൾ ഒരു എസ്സേ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. ചോറ് വിളമ്പി കൊടുക്കണം. വിശപ്പിനെക്കുറിച്ചുള്ള അനാറ്റമിക്കൽ ബയോളജിക്കൽ ഡേറ്റ കൊടുത്തിട്ട് കാര്യമില്ല. എന്താണ് വിശപ്പ്?
വേണമെങ്കിൽ പറയാം അതൊരു തോന്നലാണ് എന്ന് പറയും. നല്ല കാര്യമുണ്ട്. അവർ ചോറ് കൊടുക്കണം പത്രത്തിലേ. അതാണ് കൃപാസനത്തിൻ്റെ അമ്മ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കൃപയുടെ കൂടാരമേ, കൃപാസനത്തിൻ്റെ അമ്മേ, സജാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനപേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. ഈ സഞ്ചാരി മാതാവ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നതാണ്? എല്ലാത്തിനും ബിബ്ലിക്കലായിട്ടുള്ള ഒരു എന്താണ് ഫൗണ്ടേഷൻ ഉണ്ടാവും. പക്ഷേ ആൾക്കാരുടെ അനുഭവ തലങ്ങളിൽ നിന്ന് അവരിടുന്ന പേരുകളാണ് ഇതൊക്കെ. ആൾക്കാരുടെ അനുഭവ തലങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഷിക്കാഗോയിൽ ചെന്ന് ഉടമ്പടി ധ്യാനം നടത്താൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ ആ പള്ളിയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു, അച്ഛാ ഇത് കണ്ട അച്ഛാ, നമ്മുടെ പള്ളിയുടെ മുകളിൽ നോക്കിയേ എന്താ മഴവില്ല് വീശി നിൽക്കണമെന്ന്. അതെന്താണ് കാര്യം? അതായത് ഉടമ്പടി ദൈവം സ്ഥാപിച്ചപ്പോൾ മഴവില്ല് സ്ഥാപിച്ചത് എന്താ പറഞ്ഞത്? ഈ മഴവില്ല് ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ ആ ഉടമ്പടി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അടയാളമായിരിക്കുമെന്നാണ്. സ്ഥിരപ്പെടുത്തുന്ന അടയാളമാണ് ശരിക്കും. ഇങ്ങനെ ഞാൻ മാത്രമല്ല, ജനങ്ങൾ മാത്രമല്ല, ആ 3 ദിവസവും ആ മഴവില്ല് അവിടെ നിൽക്കുക ശരിക്കും. എന്നുവെച്ചാൽ ഉടമ്പടിയിൽ ഇപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ സാക്ഷ്യങ്ങൾ, ഷിക്കാഗോയിൽ നടന്ന ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച ആയുള്ള ഷിക്കാഗോയിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പുറകെ സാക്ഷ്യം വരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവാണ്. അമ്മ എവിടെയും എത്തി. അതുകൊണ്ടാണ് ഈ പ്രസൻസ് എപ്പോഴും പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആഴത്തിൽ തന്നെ വളർത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് ഈ ഉടമ്പടിയിലുള്ള ഓരോ ഘട്ടങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ പാലിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതെല്ലാം ദൈവം ഉടമ്പടി വഴിയാണ് നിവൃത്തിയാക്കുന്നത്. എല്ലാം ഉടമ്പടി. നമുക്ക് വരുന്നൊരു വിഷയം, നമ്മൾ ചിലർക്ക് ശ്രദ്ധയില്ലാത്തതാണ് വിഷയം. ആ ഉടമ്പടി വിഷയം നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളത് യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാകും. ഇപ്പം യാന്ത്രികമായിട്ട് ഇപ്പം നമ്മുടെ ഒരു വീട്ടിലൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം പൈസ ഉള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തുന്നത്, അവർക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഒരാളെ നിർത്തത്തില്ലേ? അല്ല, അവരെന്നെ ഹോം നേഴ്സൊക്കെ പാസ്സായിട്ടുള്ളവരും അതിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് പാസ്സായിട്ടുള്ളവരൊക്കെ ആണ് ഈ ഇങ്ങനെയുള്ള ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്കണത്. പക്ഷേ അവർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും ചെയ്യും, ഭക്ഷണം കൊടുക്കും, ഉറക്കും, എല്ലാം ചെയ്യും. പക്ഷേ അമ്മ നോക്കണ പോലെ വരുമോ? അതാണ് വരത്തില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അത് രണ്ട് വിഷയമാണ്. ഇതുപോലെ തന്നെ ഉടമ്പടി നമുക്ക് മെക്കാനിക്കലായിട്ടും ചെയ്യാം, കൂലിക്ക് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെല്ലാം കാട്ടിക്കൂട്ടി നിങ്ങൾ ചെയ്ത് ഒപ്പിക്കോ, അങ്ങനെ ചെയ്യാം. ശമ്പളത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യാം. അതേസമയത്തിന് ദൈവത്തിൻ്റെ പൈതലെന്ന രീതിയിൽ ദൈവസ്നേഹത്തെ വളരാനും നിലനിൽക്കാനും ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ അത് ഗ്യാപ്പുണ്ടാകരുതെന്നാണ് ഈശോ പറഞ്ഞത്. ഗ്യാപ്പുണ്ടാകരുതെന്ന്. ദൈവസ്നേഹത്തിൽ ഗ്യാപ്പ്, അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ് ഉടമ്പടിയിൽ ഗ്യാപ്പ് ഉണ്ടാകരുത്. എന്താ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, അല്ലേ? അതായത് 15:9 എന്താണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, അല്ലേ? അതാണ് സംഭവം. അപ്പം നിലനിൽപ്പാണ് ഒരു പ്രശ്നം. 15:9 15:7 ഒന്ന് വായിച്ച് യോഹന്നാൻ്റെ സുവിശേഷം.
യോഹന്നാൻ 15:9. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ എങ്കിലും അവർ പറയും ഉടമ്പടി അത് 90 ദിവസത്തെ കാര്യമല്ലേ എന്ന് പറയും. 90 ദിവസത്തെ കാര്യമല്ലേ, അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലോകത്തന്മാരായിട്ട് ജീവിക്കുമോ? അപ്പോൾ അതിന് ഗ്യാപ്പായില്ലേ? അപ്പോൾ 90 ദിവസത്തെ കാര്യമല്ലേ എന്ന് ദൈവത്തോട് പറയരുത് നിങ്ങളൊരിക്കലും. മനസ്സിലായില്ലേ? 90 ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ദൈവം തമ്മിൽ കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് പ്രത്യേക ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അധിക അഭിഷേകം നൽകണമേ. എൻ്റെ പേര് ലാൽ ജോൺ. ഞാൻ UAE അബുദാബിയിൽ നിന്ന് വരുന്നു. എൻ്റെ സ്ഥലം ഇവിടെ പുന്നപ്രയാണ്. ആലപ്പുഴയിലെ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഏകദേശം 28 വർഷമായിട്ട് UAE അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ, എൻ്റെ മകൾ. എനിക്കൊരു മകൻ കൂടിയുണ്ട്. മകന് വയറിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് അവനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ സാധിച്ചില്ല. ഞാൻ വന്നിരിക്കുന്നത് 2 സാക്ഷ്യങ്ങൾ പറയാനായിട്ടാണ്. ഒന്ന്, എൻ്റെ വൈഫ് നേരത്തെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ എൻ്റെ വൈഫ് വന്നിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. അത് എൻ്റെ മകളുടെ പഠനസംബന്ധമായൊരു കാര്യമായിരുന്നു. അതായത് അവളിപ്പോൾ MBBS പഠിക്കുകയാണ്. ബൾഗേറിയയിൽ വർണ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണ്. ഈ 2 വർഷം മുമ്പ് അവളുടെ ബൾഗേറിയയിലേക്കുള്ള വിസ പ്രോസസ്സിങ്ങിൽ കുറച്ച് കാലതാമസം വരികയും അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതായത് ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ അവളുടെ വിസ പ്രോസസ്സിങ് കൊടുത്തത്. സാധാരണ രീതിയിൽ 1 മാസം കൊണ്ട് അത് ശരിയാവേണ്ടതാണ്. പക്ഷേ അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരിയുടെ അത് ശരിയായി, ഒരുമിച്ച് അവർ കൊടുത്തു തരുന്നതാണ്. അവളുടെ കൂട്ടുകാരിയുടെ ശരിയായി. പക്ഷേ എൻ്റെ മോളുടെ മാത്രം കുറച്ച് കാലതാമസം വന്നു. ആ കൂട്ടുകാരുടെ ശേഷവും പിന്നെയും 10-15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിസ അതുവരെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അമ്മയോടൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ഡേറ്റ് ഇടുന്നത് ഏകദേശം ഡിസംബർ 3-നോ 4-നോ മറ്റുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം തീയതിയാണ് തോന്നുന്നു ഞങ്ങൾ ഡേറ്റ് ഇടുന്നത്. ആ ഡേറ്റ് ഇടുന്നത് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത്, നമുക്ക് ഒരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം, അതായത് ഡിസംബർ 7-ാം തീയതി മകൾ അവിടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാനപ്പോൾ ചോദിച്ചു, എങ്ങനെ സാധിക്കും? ഇപ്പം 3-4 ദിവസമല്ലേ ഉള്ളൂ, ഈ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുക? അവിടെ വിസ അപ്രൂവ് ആകണം, അവളെ നമ്മൾ അങ്ങോട്ടേക്ക് വിടണം, ഇതെല്ലാം കൂടെ സാധിക്കും. അപ്പോൾ വൈഫാണ് ഉറപ്പ് പറഞ്ഞത്, അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ കൃത്യം അടുത്ത ദിവസം തന്നെ എനിക്ക് ബൾഗേറിയൻ എംബസിയിൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ വിസ അപ്രൂവ് ആയിരിക്കുന്നു. അത് ആ ദിവസം തന്നെ, അത് ഏകദേശം ഉച്ച സമയത്താണ് എനിക്ക് കോൾ വരുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം പോയി വിസ റിസീവ് ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം 5-ാം തീയതി ബൾഗേറിയൻ എംബസി അവധിയുമാണ്. അതുകൊണ്ട് തന്നെ 6-ാം തീയതിയാണ് എനിക്ക് അവിടെ പോയി ഈ വിസ റിസീവ് ചെയ്യാൻ സാധിച്ചത്. കൃത്യമായിട്ട് ആ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് എൻ്റെ മകൾ
ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഭാര്യ പറഞ്ഞ സാക്ഷ്യം. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളെല്ലാം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞാനിപ്പോൾ UAE നിന്ന് അവധിക്ക് വന്നിട്ട് ഏകദേശം 2 ദിവസമേ ആയിട്ടുള്ളൂ. 2 ദിവസം മുമ്പാണ് ഞാൻ എത്തിയത്. വന്ന ഉടനെ അമ്മയുടെ സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ സാധാരണ UAE സ്കൂളുകൾക്ക് അവധി വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ആ സമയത്താണ് ഞങ്ങൾ സാധാരണ ഇവിടേക്ക് ലീവിന് വരുന്നത്. കുടുംബത്തിൽ ഇവിടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഒരു സമയം അതാണ്. ആ സമയത്താണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിസ അല്ലെങ്കിൽ എൻ്റെ കോൺട്രാക്റ്റ് 2 വർഷം കൂടുമ്പോൾ അവിടെ പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട് UAE എല്ലാ എംപ്ലോയീസിനും. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ ഇപ്പോഴത്തെ വിസ റിന്യൂ ചെയ്യേണ്ടിരുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പിന്നെ വന്നു പോകാനുള്ള സമയമില്ല. കാരണം മകൻ്റെ സ്കൂൾ തുറക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് അവസാനമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അവധിക്ക് അധിക ദിവസം നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഞങ്ങൾ ജൂലൈ മാസം തന്നെ ഈ വിസ പുതുക്കാനുള്ള രീതി ഞാൻ കമ്പനിയിൽ പറഞ്ഞത് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഞാൻ ജൂൺ അവസാനം തന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ലീവിന് പോകുന്നത് കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വിസ കോൺട്രാക്റ്റ് പുതുക്കി തരണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കമ്പനിയിൽ. അവരതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞത് എന്തോ തടസ്സം നേരിടുന്നു എന്നാണ് പറഞ്ഞത്. ആ പുതുക്കുന്നതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അമ്മയുടെ ഉടമ്പടി എന്ന കാര്യമാണ്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി എൻ്റെ മനസ്സിൽ വരികയും ജൂൺ 30-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ദൈവങ്ങളെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ജൂൺ 30-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഏകദേശം 1 മാസം, ജൂലൈ മാസം 1 തൊട്ട് 31 വരെ ഞാനിങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് മറുപടിയും വന്നിരുന്നില്ല. അത് തടസ്സം നിലനിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഈ ജൂലൈ 31-ാം തീയതി ഞാൻ വീണ്ടും അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു, ഒരു തീയതി. എൻ്റെ മകള് പോകാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് കൊടുത്തിരുന്നത് പോലെ എൻ്റെ കാര്യത്തിനും ഞാൻ അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു. ഓഗസ്റ്റ് 5 എന്ന് പറയുന്ന തീയതിയാണ് ഞാൻ കൊടുത്തത് അമ്മയ്ക്ക്. അമ്മയോട് പറഞ്ഞു ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവണം. ഈ പറഞ്ഞ ദിവസം തന്നെ അമ്മയുടെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മയുടെ തിരുനാളം ആളിക്കത്തി അമ്മയുടെ രൂപം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് എനിക്ക് കൃപാസനം അമ്മയുടെ രൂപമല്ല ലഭിച്ചത്, പകരം കൈനീട്ടി നിൽക്കുന്ന അമലോദ്ഭവ അമ്മയുടെ രൂപമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ അവിടെ അങ്ങനെയുള്ള രൂപമൊന്നും ഇരിപ്പില്ല, അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തയുമില്ല. പക്ഷേ ആ നാളത്തിൽ ഞാൻ കണ്ടു. ഞാൻ പിന്നെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ ശരിയായ ആ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അമലോദ്ഭവയുടെ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ കൊടുത്ത ഡേറ്റിനെ എൻ്റെ അമ്മ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമത് അതിനുശേഷം ഞാൻ ഉടമ്പടി ഉപ്പ് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ഓഫീസിലും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അമ്മ മറ്റൊരു രീതിയിലൂടെ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു തന്നു. കാരണം ഞാൻ സാധാരണ രീതിയിൽ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങൾ, ഈ ഉടമ്പടി ഉപ്പിട്ടതിന് ശേഷം ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഉപ്പുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ സാക്ഷ്യങ്ങൾ വരുന്നു. അമ്മ കൂടെ ഉണ്ട് എന്നത് ഞാൻ അതിലൂടെ രണ്ടാമത് ഉറപ്പിച്ചു. മൂന്നാമത് ശരിയായ കൺഫർമേഷൻ അമ്മ തന്നത് ഞാനിട്ട ഡേറ്റിൻ്റെ 5-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിലാണ്. അന്ന് ഞാൻ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അവരോട് ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. അവർ പറയുന്നു ശരിയാകുമ്പോൾ പറയാം എന്നാണ് പറയുന്നത്. 5-ാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞ്
എൻ്റെ ഓഫീസിലെ ഒരാൾ വന്നു എൻ്റെ പുതിയ കോൺട്രാക്റ്റ് എൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഞാനിത് ഒപ്പിടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇന്ന് 5-ാം തീയതിയാണ്, ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നത് ഡേറ്റിൻ്റെ ദിവസമാണ്. ഞാൻ പെട്ടെന്ന് അത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു വലിയ ക്ലോക്ക്, വൃത്താകൃതിയിലുള്ളൊരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ ആ ക്ലോക്കിൽ നോക്കാറില്ല, കാരണം ഞാൻ സമയം നോക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ എൻ്റെ മൊബൈലിലോ അങ്ങനെയാണ് ഞാൻ സമയം നോക്കാറുള്ളത്. പക്ഷെ ഞാൻ സാറിന് നോക്കാറില്ല. പക്ഷേ ഇത് ഒപ്പിട്ട് കൊടുത്ത നിമിഷം ആരോ എന്നോട് പറഞ്ഞു, നീ ക്ലോക്കിലേക്കൊന്ന് നോക്ക്. ഞാൻ നോക്കി, അതിൽ ചെറിയ സൂചിയും വലിയ സൂചിയും, അതായത് 4:25 എന്ന് പറയുന്ന സമയത്തിലാണ് അത് നിൽക്കുന്നത്. അത് ആ ചെറിയ സൂചിയും വലിയ സൂചിയും ഏകദേശമല്ല, വലിയ സൂചി ശരിയായിട്ടും ചെറിയ സൂചി തൊട്ടടുത്തുമായിട്ട് 5 എന്ന അക്കത്തിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ മൂന്നാമത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്നു. അന്നത്തെ ദിവസവും ഇല്ല. 2-ാമത്തെ ദിവസം 7-ാം തീയതി എൻ്റെ അവിടെ നിന്ന് കോൾ വന്നു, നീ നിൻ്റെ ICP എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ വിസയും എമിറേറ്റ്സ് ഐഡിയൊക്കെ റിന്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിലാണ് നമുക്ക് സാധാരണ ഇത് റിന്യൂ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തു. ആ ഒരു 2 വർഷത്തേക്ക്, അടുത്ത 2 വർഷത്തേക്ക് അത് എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതായി ഞാൻ കാണുകയും ചെയ്തു. ആ നിമിഷം തന്നെ എൻ്റെ മുട്ടുകൾ മടക്കി എൻ്റെ തലകൾ നിലത്ത് മുട്ടിച്ച് പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ നന്ദി, തിരുക്കുമാരൻ വഴി അമ്മ നൽകിയ ആ അനുഗ്രഹത്തിന് അമ്മയോട് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിച്ചു. ഇതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത് ഈ പറയുന്ന ഞങ്ങളുടെ വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു 5-6 ദിവസം എടുക്കും. അതിൻ്റെ കാരണം അത് ദുബൈയിൽ നിന്നാണ് വരുന്നത്, പോസ്റ്റിലാണ് വരുന്നത്. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല, നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല. അവർ പോസ്റ്റിലാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനുകൊണ്ട് തന്നെ ഒരുപാട് താമസിച്ചു. ഞങ്ങൾ ഇവർ വരാൻ ഒരുപാട് താമസിച്ചു. അപ്പോൾ ഇത് കിട്ടുന്നവരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും താമസിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ അവധിയായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതും ഞങ്ങൾ അമ്മയെ ഏൽപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ സാധിച്ചെന്ന അമ്മ അതിനൊരു പരിഹാരം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിങ്കളാഴ്ച 11-ാം തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി. ആ ദിവസം രാവിലെ എൻ്റെ PRO വിളിച്ച് പറയുന്നു, നിൻ്റെ എമിറേറ്റ്സ് ഐഡി കിട്ടി, ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തിച്ചു തരാമെന്ന്. കാരണം ഞാൻ അന്നോട്ട് ലീവാണ്. വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരുന്നതിൻ്റെ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോരുന്നതിന്, ഞങ്ങൾ 9 മണിക്കാണ് എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നത്. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് 6 മണിക്ക് ആ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി എൻ്റെ കൈ കിട്ടി. അതുകൊണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ ഈ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകും. പക്ഷേ അതും എൻ്റെ അമ്മ വളരെ പെട്ടെന്ന് 2, 5, 6 ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം 2, 3 ദിവസം കൊണ്ട്, സമയച്ചുരുക്കത്തിന് അമ്മ എന്ന് പറയുന്നതിൽ യഥാർത്ഥ കാര്യം അതാണ്, 2, 3 ദിവസം കൊണ്ട് സാധിച്ചു തന്നു. ആ എമിറേറ്റ്സ് ഐഡി എനിക്ക് കിട്ടുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആ 2-ാമത്തെ സാക്ഷ്യം. ഇനിയുള്ളത് എൻ്റെ മോളെക്കുറിച്ചുള്ളൊരു സാക്ഷ്യമാണ്. അവളുടെ ഈ പറഞ്ഞ 2-ാം വർഷത്തിലെ ചില പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങൾ, അവൾ എങ്ങനെയാണ് അമ്മയിൽ ആശ്രയിച്ചത്. അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ഉടമ്പടിയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എൻ്റെ മകളും ഇപ്പോൾ അവിടെ ബൾഗേറിയയിൽ പള്ളിയിൽ അവൾ വായിക്കുന്നുണ്ട്, ഗായക സംഘത്തിലെ അംഗമാണ്. അപ്പോൾ അവളും അമ്മയെ ചേർത്ത് പിടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാനെപ്പോഴും മോളോട് പറയാറുണ്ട്, നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം നീ അവിടെ എത്തിയതുകൊണ്ട് നിനക്കൊന്നുറപ്പിക്കാം, നിൻ്റെ അമ്മ നിന്നെ കൈപിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ഭയവും വേണ്ട, നിൻ്റെ കൂടെ എല്ലായ്പ്പോഴും അമ്മയുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞാണ് അവൾ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അമ്മ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവൾ അമ്മയെ മുറുകെ പിടിക്കാറുണ്ട്. ശരിക്കും അവളുടെ പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങളിൽ ആ അമ്മ എങ്ങനെ അവളെ സഹായിച്ചു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അവൾ ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് അവൾക്കത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അത് ഞാൻ വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോയെന്നും എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അത് പറയുകയാണ്. അവളുടെ ഈ 2-ാം വർഷ പരീക്ഷയിൽ, അവസാന പരീക്ഷയിൽ ഇപ്പോൾ അവളുടെ അവധിയാണ്, 2-ാം വർഷം കഴിഞ്ഞ അവധിയാണ്. ഇനി അവൾ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബറിൽ. ഈ 2-ാം വർഷത്തെ പരീക്ഷയിൽ ഫിസിയോളജി, അതുപോലെ തന്നെ സൈറ്റോളജി, അനാട്ടമി,
ഫിസിയോളജി, അനാട്ടമി, ഇങ്ങനെ 2 പരീക്ഷകളിൽ. അതിൽ ഫിസിയോളജി പരീക്ഷയിൽ ഇവിടെ ഓറൽ സെക്ഷനിൽ ഇവർ സാധാരണ 10-200 ടോപ്പിക്കുകളുണ്ട്. അത് നറുക്കെടുക്കുന്നത് പോലെ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടോപ്പിക്ക് ഇവരെടുക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം. ഇതാണ് അവരുടെ ഫിസിയോളജിയിലെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. എൻ്റെ മകൾ ഇതുപോലെ 2 എടുത്തു. അവളത് തുറന്നു നോക്കി. ഒന്ന് അവൾക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്. രണ്ടാമത് നോക്കിയപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഒന്നും അറിഞ്ഞുകൂടാ, എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല, എന്താണ് അവൾക്ക് കിട്ടിയെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അവൾക്ക് യാതൊരു ഭയവും തോന്നിയില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വൈഫ് ഉടമ്പടിയതിന് ശേഷം എൻ്റെ മകൾക്ക് പരീക്ഷയിൽ ഭയമെന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2 അതുപോലെ പഠിക്കുമ്പോഴെല്ലാം അവൾക്ക് ഭയമെന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി അനുഗ്രഹത്തിന് ശേഷം അവളുടെ ആ ഭയമെല്ലാം അവളെ വിട്ടുപോയി. ഇപ്പോൾ അങ്ങനെ ഭയമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന 2 വർഷത്തെ പരീക്ഷകൾ എഴുതുമ്പോൾ അവൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവും അനുഭവപ്പെടാറില്ല, അമ്മ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഭയവും അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാകാത്ത ഒരു പോർഷൻ കിട്ടിയപ്പോൾ പോലും അവൾ പറഞ്ഞു, എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടായില്ല. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇത് എനിക്ക് നന്നായി അറിയാവുന്നത് ഞാൻ വളരെ നന്നായി എഴുതി തുടങ്ങി. അത് എഴുതി തീരാറായപ്പോഴേക്കും അവരുടെ ഹെഡ് അവിടെ ആ എക്സാം ഹാളിലേക്ക് വരുന്നു. അയാൾ പറയുന്നു, നിങ്ങൾ എടുത്തതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് മാറിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരെണ്ണം സെലക്ട് ചെയ്യണം. അതവർ തിരിച്ചു മേടിച്ചു. അതായത് എൻ്റെ മോളെടുത്തിരുന്ന് അവൾക്ക് അറിയാൻ വയ്യാത്ത അവർ തിരിച്ചു മേടിച്ചു. അവൾക്ക് അറിയാവുന്ന, ഏറ്റവും നന്നായി അറിയാവുന്നത് അവൾക്ക് ലഭിച്ചു. അങ്ങനെ 2 എഴുതി 6-ൽ 5 എന്ന് പറയുന്ന സ്കോറോടുകൂടി അവൾ ആ പരീക്ഷ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത് അവൾക്ക് സൈറ്റോളജി എന്ന് പറയുന്ന അനാട്ടമി പരീക്ഷയിൽ ഇതുപോലെ തന്നെ ഓറൽ സെക്ഷനുണ്ട്. ആ പരീക്ഷയിൽ ഓറൽ സെക്ഷനിൽ അവൾ ഈ സലൈവ ഗ്ലാൻസിനെ കുറിച്ചുള്ള ഒരു സംഗതിയാണ്. അവൾക്കെല്ലാം അറിയാം, നന്നായിട്ട് അവൾ പറഞ്ഞു. പക്ഷേ അവരുടെ ഹെഡ് ചോദിച്ച ഒരു ചോദ്യം, അത് ഈ സലൈവ ഗ്ലാൻസ് സെക്യൂരിറ്റി ചെയ്യുന്നത് എങ്ങോട്ടാണ്, അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. അതായത് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ മോൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും വളരെ അവൾക്ക് തീരെ അറിയാൻ വയ്യാത്ത, അവൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത, അവൾ ഒരിക്കലും ഒരു മനസ്സിൽ ശരിക്കും അറിഞ്ഞേ കൂടാത്ത ആ ഒരു സംഭവം അവൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, തൊട്ടടുത്ത് നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവൾ ഹെഡിന് മുന്നിൽ, നമ്മൾ പറയാറുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും പറയുന്നതെല്ലാം ശരിയാണ്. അതുപോലെ തന്നെ ആ പരീക്ഷയും അവൾ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത് പറയുകയും ആ പരീക്ഷയും അവൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇനിയുള്ള സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് നിയോഗങ്ങളുണ്ട്. ഇതിനെല്ലാം വീണ്ടും വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ച് അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും പരമോന്നത തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും അറിയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധി എന്ന് പറയുന്നത്, ചില പ്രതിസന്ധികൾ നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും. രണ്ടാമത് മറ്റുള്ളവരുടെ സഹായത്തോടെ ചിലപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള ദൈവകൃപ, അത് നമ്മൾ ദൈവമാർഗത്തിൽ ചരിക്കുന്നവരാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാറില്ല, അതിനെക്കുറിച്ച് നന്ദി പറയാറില്ല, അതിനെക്കുറിച്ച് അങ്ങനെ അധികം ആലോചിക്കാറില്ല. ചെറുതായിട്ടൊരു നന്ദിയൊക്കെ പറയും, അവിടെ അവസാനിക്കും. പക്ഷെ അല്ല, ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണത്. നിൻ്റെ എല്ലാ കാര്യത്തിലും, നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ കൃപ നിന്നോട് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ചില അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരാളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു അവസരം വരും. അപ്പോഴേ അവർ അറിയൂ, എൻ്റെ ഒന്നുമല്ല. അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ മെറിറ്റ് കൊണ്ടൊന്നും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും പരിഹരിക്കാനാവാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ മെറിറ്റിലില്ലാത്ത കാര്യങ്ങൾ, ബട്ട് ബൈ ഗ്രേസ്, ആ ഗ്രേസിലൂടെ മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആ അത്യുന്നത വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത്.
ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വന്നിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബസമേതം കാണും. രാവിലെ തന്നെ എഴുന്നേറ്റ് 5:30 തന്നെ, അവിടുത്തെ 5:30 ഞങ്ങൾ എഴുന്നേറ്റ് ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്ന ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, പരമാവധി സാക്ഷ്യങ്ങൾ എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുർബാന ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, അവിടെ അബുദാബിയിൽ. അതുകൊണ്ട് തന്നെ കുർബാന ഒരു ദിവസവും മുടങ്ങാറില്ല. രാവിലെ 6:30 കുർബാനയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട്. കുർബാന പരമാവധി മുടക്കാറില്ല. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ പുറത്തായിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് അവിടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കുറവാണ്. എങ്കിലും ഞങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, അതായത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ, വിശ്വസ്തമായ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന പല സഹായ അപേക്ഷകളും കാണുമ്പോൾ അതിൽ നമുക്ക് നന്നായി വളരെ വേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ആ അക്കൗണ്ടുകളിലേക്ക് നമ്മളെ കഴിയുന്ന പണം അയച്ച് സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.